കുടിവെള്ള സൗകര്യമുണ്ട്. ഗ്രൗണ്ട് വാട്ടർ, കിണർ നമ്മൾ ബോർവില്ല് ചെയ്തു. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല വെള്ളമാണ്. സ്വന്തം സ്ഥലം. ആവശ്യത്തിന് മീൻ കിട്ടാറുണ്ടോ? കടലിൽ നിന്ന് ആവശ്യത്തിന് മീൻ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നു. പരമ്പരാഗതമായ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങൾ, യന്ത്രവൽകൃതങ്ങളൊക്കെ വന്നതിന് ശേഷം കമ്പോലൊക്കെ വളയ്ക്കുന്നവർക്ക് ഈ ചെറിയ ചെറിയ അക്ഷരങ്ങളൊക്കെ കടയിലിട്ടൊക്കെ വളയ്ക്കുമ്പോഴാണ് അവർക്ക് മീനോടെ കിട്ടുന്നത്. കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കിട്ടുന്നത്. ഇപ്പം അതൊന്നും കിട്ടാറില്ല. കടലിൽ പോകരുതെന്ന് എന്ന് മുന്നറിയിപ്പൊക്കെ ഉള്ള സമയത്ത് എന്താണ് വരുമാന മാർഗം? കടലിൽ മുന്നറിയിപ്പ് കിട്ടുന്ന സമയത്ത് അവർ മരണത്തിന് മല്ലടിച്ചിട്ട് പോകുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ട്രൈബ്യൂണലിന് കൊടുത്ത റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഇവിടെ മൊത്തം പാറകളാണ്, റോക്ക് എന്നാണ് കൊടുത്തത്. പകരം റീഫ് എന്നല്ല കൊടുത്തത്. റീഫ്സ് ആണോ ഗ്രീനറി ഉണ്ടെന്നോ ബയോഡൈവേഴ്സിറ്റി ഉണ്ടെന്നോ ഒരു റിപ്പോർട്ടിൽ എന്ത് ചെയ്യുന്നില്ല. അത് മൊത്തത്തിൽ ഇവർ ഓരോ കുടുംബത്തിനായിട്ട് 10 ലക്ഷം രൂപ കൊടുക്കും. പക്ഷേ ഈ പൈസ മൊത്തത്തിൽ അവർ തരത്തുമില്ല. അവർ പറയും കേരളത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകം അല്ലെങ്കിൽ അക്കാദമിക് സിലബസുകൾ പ്ലാൻസ് എന്നാണ്. അതായത് ഭൂമിയിൽ നമ്മുടെ ഒരു പ്ലാനറ്റിൽ എത്ര ശതമാനം ഓഷൻ ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ ഉണ്ട്, എത്ര ലാൻഡ് ഉണ്ട് ഉള്ളവരാണ് അവർ പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കാണിക്കുന്നത് എന്തോ കാറ്റിൻ്റെ കാര്യങ്ങൾ വരാൻ പോവുകയാണ്, നമുക്ക് കിടക്കണ്ട, നമുക്ക് കരയിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അറിയേണ്ട വള്ളക്കാർ കരയിലേക്ക് വിട്ടു. അന്നേ ദിവസം ഞങ്ങൾ ഉള്ളിൽ തന്നെ Future.